അവനെ തെറി പറഞ്ഞും കൂവിയും കളിയാക്കിയും വിമർശിക്കുകയും ചെയ്തവരുടെ മുന്നിൽ വിന്നിംഗ് ക്യാച്ച് പിടിച്ച് ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ നടന്നു നീങ്ങി. 15 ഓവർ വരെ അവൻ നിന്നതുകൊണ്ട് സ്കോർ 160 കടന്നു. അല്ലെങ്കിൽ രണ്ടാം T20യിൽ സംഭവിച്ച പോലെ 120-130 സ്കോറിൽ ഇന്നിംഗ്സ് തീർന്നു പോയനെ. ഗില്ലൊരു 20-25 റൺസിൽ ഔട്ടായിരുന്നുവെങ്കിൽ ഈ കളി തോറ്റതിന്റെ മുഴുവൻ പഴിയും അവന്റെ തലയിൽ ഇരുന്നേനെ. കണ്ണിലുണ്ണികളായ അഭിഷേകും സൂര്യയും തിലകുമെല്ലാം രക്ഷപ്പെട്ടു പോയനെ. അവന്റെ ഇന്നിംഗ്സിന്റെ വില ഇപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. അവൻ ഇന്ത്യക്ക് വേണ്ടി സ്വന്തം സ്ഥാനത്തിനു വേണ്ടിയുമാണ് കളിച്ചത്. അതിൽ രണ്ടും അവൻ വിജയം കണ്ടു. അവന്റെ കളി കാണുമ്പോൾ രോമം എഴുന്നേറ്റ് ഡാൻസ് കളിക്കില്ലായിരിക്കാം, ആവേശത്തിൽ നിങ്ങൾ അലറി കൂവില്ലായിരിക്കാം. പക്ഷേ അവന്റെ കഴിവിൽ വിശ്വാസമുള്ളവർ ഒരുപാട് പേരുണ്ട്. ഒരു ക്രിസിസ് വരുമ്പോഴാണ് ക്ലാസ് മുഴുവൻ പുറത്തു വരുന്നത്. ഇതേ ഇന്നിംഗ്സ് ഗിൽഡ് ഒരു ഫ്ലാറ്റ് പിച്ചിൽ കളിച്ചാൽ അന്നേരം അയാളെ വിമർശിക്കാം. T20യിൽ സ്ട്രൈക്ക് റേറ്റ് മാത്രം നോക്കി ആളുകളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്ട്രൈക്ക് റേറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ കോഹ്ലി ടോപ്പ് 20യിൽ പോലും വരില്ലായിരിക്കാം. ഒരാളുടെ മാച്ച് വിന്നിംഗ് കോൺട്രിബ്യൂഷൻ നോക്കി വേണം അയാളെ വിലയിരുത്താൻ. അതുകൊണ്ടാണ് വിരാട് കോഹ്ലിയെ ലോകത്തിലെ ഏറ്റവും മികച്ച T20 ബാറ്ററായി കരുതുന്നത്. ഗിൽ ഇപ്പോഴും കോഹ്ലിയുടെ 100ൽ 1 പോലും ആയിട്ടില്ല. പക്ഷേ അവനിലൊരു തീപ്പൊരിയുണ്ട്. അത് കെടാതെ സൂക്ഷിച്ചാൽ അവനും ഗ്ലോറിയിലേക്ക് തല ഉയർത്തി നടന്നു പോകും. വിരോധികൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഓപ്പണിംഗ് ഇറങ്ങി 15ാം ഓവർ വരെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കാതെ അയാൾ പിടിച്ചു നിന്നു. വീറുത്ത പോരാട്ടത്തിനൊടുവിൽ അറിയിച്ച അർദ്ധ സെഞ്ചുറി വെറും 4 റൺസ് അകലെയാണ് അയാൾ വീണുപോയത്. എതിർക്കാം, പക്ഷേ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല. ലോകം അയാൾക്കെതിർ നിന്നിട്ടും ഒരു എപ്പിക് കളിച്ചാണ് ഗിൽ മടങ്ങുന്നത്. നല്ല നാടൻ പാറക്കല്ല് മുതൽ പീരങ്കിയും ഗ്രാനൈഡ് വരെ ഓസീസ് ഉപയോഗിക്കുന്നുണ്ട്. സാമ്പ കണ്ണിൽ വരെ കുത്തി. അപ്പോഴൊന്നും തോൽക്കാതെ അയാൾ കളിച്ച 39 ബോളുകൾ ഇന്ത്യൻ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി വെക്കേണ്ടതാണ്. അടിമത്തത്തെയും അടിച്ചമർത്തലിനെയും അതിജീവിച്ച ഇരട്ട സെഞ്ചുറിയേക്കാൾ വിലയുള്ള 46 റൺസിൽ തിരികെ കയറുമ്പോൾ ലോകം അയാളെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നുണ്ട്. ഇനിയും ഇതുപോലെ കളിക്കുന്ന പടയാളികൾക്ക് ഗില്ലാകട്ടെ.